ചാപ്റ്റർ 5 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓരോ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഓരോ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അതൊരു എസെൻഷ്യലായി കൊണ്ടുവരിക. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ ടേം ചെയ്യുകയാണ്. അവിടെ ഓരോ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പറയുക. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കോ റിലേറ്റഡ് ആൻഡ് ഇൻ്റർഡിപെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓൾ ദീസ് ഫാക്ടേഴ്സിൻ്റെ പ്രാക്ടിക്കൽ ഷേപ്പ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്ക് വേണ്ട ട്രെയിനിങ്ങും അവരിൻ്റെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻസ് ആണ് ലിറ്ററസിയൊക്കെ ലോ ആയിട്ടുള്ളവരിൻ്റെ അണ്ടർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ലിറ്ററസിയൊക്കെ ലോ ആയിട്ടുള്ളവരിന് കൂടുതലും അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു കോഓപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. അടുത്താണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്, അതായത് NCCT എന്ന് പറയും. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് റെക്കമെൻഡേഷൻ ചെയ്തിരിക്കുന്നത് സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. 1973 ഓൺ 1 ജൂലൈയിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടർ വന്നിട്ട് ന്യൂഡൽഹിയിലാണ് വരുന്നത്. NCCTയിൽ 3 ടയർ സിസ്റ്റമാണ്. വാംനികോം എന്ന് പറയുന്നത് ആപ്പെക്സ് ലെവലും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ICM എന്ന് പറയുന്നത് മിഡിൽ ലെവലും, അതുപോലെ തന്നെ മൂന്നാമത്തെ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയും, അത് ലോവർ ലെവലുമാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വാംനികോം. വാംനികോം എന്ന് പറഞ്ഞാൽ വൈകുനന്ദ് മേധ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം. അതെന്ന് പറയുന്നത് ആപ്പെക്സ് ലെവൽ ഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ. സിറ്റുവേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ പൂനെയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആ ഒരു സെൻറ്ററിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നോട്ട് ചെയ്യുന്നത് 2 എമിനൻറ്റ് കോപ്പറേറ്റീവ്സാണ് ഇന്ത്യയിൽ, മെഹദിയും ആൻഡ് ജോഷിയാണ്. ഇതിനെ പ്രൊഫഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ട്രെയിനിങ് സെൻറ്ററിൽ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസുകളും ആ പീപ്പിൾസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് അവിടെ എന്താണ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുകൾ ആ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കോപ്പറേറ്റീവ്സ് ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതുപോലെ തന്നെ ബോംബെയിലായാലും അതുപോലെ തന്നെ പൂനെ ട്രെയിനിങ് സെൻറ്ററിലൊക്കെ ആയിട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ICM പറയും. ICM ഇത് കൺട്രോൾ ചെയ്യുന്നത് NCCTയുടെ അണ്ടറിലാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മിഡിൽ ലെവൽ ഓഫ് കോപ്പറേഷനാണ് കൺട്രിയിൽ. പ്രൊവൈഡ് ചെയ്യുന്നത് മിഡിൽ ലെവലായിട്ടുള്ള, അതായത് ഗവൺമെൻറ്റിലെ ഓഫീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഉള്ളവരിൽ മിഡിൽ ലെവൽ പേഴ്സണലായിരിക്കും അവർക്കായിരിക്കും ട്രെയിനിങ് ഫെസിലിറ്റീസ് ICM പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ICM വന്നിട്ട് HDC കോഴ്സുകളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റീസെൻ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മൂന്നാമത്തെയാണ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയും. ഇപ്പോൾ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ പറയുമ്പോൾ ഈ ഒരു സെൻറ്റർ ലോവസ്റ്റ് ലെവലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അതായത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ് എഡ്യൂക്കേഷനൊക്കെ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ലോവർ ലെവലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടായിരിക്കും അവർ ട്രെയിനിങ് ഫെസിലിറ്റീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് യൂണിയൻസ് ആയാലും അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ സെൻറ്ററുകളിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ NCCE എന്ന് പറയും. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ NCCE എന്ന് പറയുന്നത് NCUI, അതായത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യൻ്റെ സബ്സിഡറിയിൽ വരുന്നതാണ്. 1956 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോപ്പറേഷനിൽ വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടി കോപ്പറേഷനിൽ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സെൻറ്ററിൽ. അതുപോലെ തന്നെ ഇവിടെ എഡ്യൂക്കേഷൻ നാഷണൽ സെൻറ്ററിലായിരിക്കും എഡ്യൂക്കേഷൻ അവിടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ്, അതായത് ടീച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് പുതിയ മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്സുകൾ, മോഡേൺ മെത്തേഡ് ആൻഡ് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ അണ്ടർടേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സിൽ ലീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം, അവർക്ക് വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റുകളൊക്കെ ഒരു ആക്ടിവിറ്റീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്താണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ NCUI എന്ന് പറയും. NCUI എന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റേഷൻ, അതായത് ഓർഡിനറി മെമ്പേഴ്സിനേക്കാൾ 25 കോടിയേക്കാൾ കൂടുതൽ റെപ്രസെൻറ്റേഷൻ NCUIക്ക് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസൊക്കെ എല്ലാം സിസ്റ്റം കോംപ്രൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹെഡ് എന്ന് വന്നിട്ട് NCUI ആണ്. അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ കേരളയിൽ
ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ അവിടെ സെക്ഷൻ 89 പ്രകാരമാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൽ സെക്ഷൻ 89 പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ പ്രൊപ്പഗൻഡയൊക്കെ കോഓപ്പറേറ്റീവ് പ്രൊപ്പഗൻഡ കേരി ചെയ്യുക, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസുകളൊക്കെ കോഓപ്പറേറ്റീവിൽ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസിലൊക്കെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രെയിനിങ് എംപ്ലോയീസിൻ്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള എംപ്ലോയീസിൻ്റെ പ്രോഗ്രാമുകൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്രോഗ്രാംസുകളൊക്കെ പാർട്ടിസിപ്പേഷൻ ചെയ്ത് അവരെ എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആക്ടിവിറ്റീസുകളൊക്കെ അവർക്ക് പ്രസൻറ്റ് ലെവലിൽ റിവ്യൂ ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റഡീനെ കുറിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അറ്റംപ്റ്റ് ചെയ്യിപ്പിക്കുക. അടുത്തത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിൽ തന്നെ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോഓപ്പറേറ്റീവ് ട്രെയിനിങ്, പബ്ലിസിറ്റി, പ്രൊപ്പഗൻഡ ആൻഡ് പബ്ലിക്കേഷൻ, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി. അത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനിൽ മെമ്പർ എഡ്യൂക്കേഷൻ സ്കീമാണ് പറയുന്നത്. മെമ്പർ എഡ്യൂക്കേഷൻ സ്കീം സ്പോൺസർ ചെയ്യുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ആണ്. ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1957 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെമ്പർ എഡ്യൂക്കേഷൻ സ്കീമിൽ വരുന്ന ഓരോ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജനറൽ വിങ്ങിലാണ് ക്യാമ്പ് ഫോർ SC/ST, അതിൽ വരുന്ന എംപ്ലോയീസ് ഓഫ് SC/ST സൊസൈറ്റീസുകൾ, മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ SC/ST സൊസൈറ്റിയിലെ മെമ്പേഴ്സ്, അതുപോലെ തന്നെ ജനറൽ ടൈപ്പ് ഓഫ് സൊസൈറ്റി ക്യാമ്പ് ഉണ്ട്, അതർ ഷോർട്ട് ടേം കോഴ്സ് ഉണ്ട്, വ്യൂമൺ വിങ്സ് ഉണ്ട്. അടുത്തതാണ് രണ്ടാമത്തെ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്. കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ അവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൽ. അവിടെ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ബേസിൽ ഡെവലപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഡിസ്ട്രിക്ട് പ്ലേസുകളിൽ 13 ഡിസ്ട്രിക്ട് പ്ലേസുകളിലാണ് അവിടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലായിട്ടായിരിക്കും ഈ ഒരു JDC കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. പബ്ലിസിറ്റി, പ്രൊപ്പഗൻഡ ആൻഡ് പബ്ലിക്കേഷൻ, അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. കേരള കോഓപ്പറേറ്റീവ് ജേണൽ എന്ന് പറയും. അവിടെ സ്റ്റേറ്റ് ത്രൂ ഔട്ടായിട്ട് 10,000 കോപ്പീസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ജേണലുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഓൾ ഓവർ ദി സ്റ്റേറ്റ് ആൻഡ് കൺട്രിയിൽ. അതുപോലെ തന്നെ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ന്യൂസ്, വ്യൂസ്, റിവ്യൂസ്, റിപ്പോർട്ട്, ഡിസ്കഷൻ, ഗവൺമെൻറ് ഓർഡർ, സർക്കുലേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വഴിയായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി. റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ സ്റ്റേറ്റിൽ ടൈം ടു ടൈമിൽ ഓരോ കോഓപ്പറേറ്റീവ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങൾ ആ ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അവർ ന്യൂ അവന്യൂസിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ആ ഫങ്ഷൻസൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ അസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉള്ള ഹെഡ് ഓഫീസ് വന്നിട്ട് റിസർച്ച് വിങ് ആയിരിക്കും. അവിടെ ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവുക, നടത്തുന്നുണ്ടാവുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഇത്തിരി ലോങ് ആയതുകൊണ്ട് 2 പാർട്ടായിട്ട് ആണ് ഇടുന്നത്.